ടോപ്പിക് എന്ന് പറയുന്നത് while loop ആണ്. while loop നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾസോ എ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫോർ ലൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ സിമിലർ ടു ഫോർ ലൂപ്പ് വേറൊരു എൻട്രി കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് while loop എന്ന് പറയുന്നത് അല്ലേ. So while loop in R is used when the exact number of iterations of loop is not known beforehand. അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐട്രേറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഇത്ര ടൈമാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ while loop എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എക്സിക്യൂട്ട്സ് ദ സെയിം കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അൺടിൽ എ സ്റ്റോപ്പ് കണ്ടീഷൻ ഇസ് മെറ്റ്. അപ്പോൾ എത്ര പ്രാവശ്യമായിരിക്കും അത്? 4 ആണെങ്കിലും while ആണെങ്കിലും ഒക്കെ എന്താണ്, നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ആ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ആയിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് വെൻ ദാറ്റ് കണ്ടീഷൻ ഗോസ് റോങ് എന്താവും, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കും. അങ്ങനെയല്ലേ ഉണ്ടാവുക. സോ while loop checks for the condition to be true or false n+1 times rather than n times. This is because while loop checks for the condition before entering the body of the loop. അപ്പോൾ while loop എത്ര പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്? n+1 ടൈംസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം n ടൈംസ് ആണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിലും ഇറ്റ് ഈസ് ചെക്കിംഗ് ഫോർ n+1 ടൈം. അപ്പോൾ അതായത് ഇപ്പോൾ അപ് ടു 10 വരെയുള്ള നമ്പേഴ്സാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ 1 to 10 വരെ എത്തി. അത് കഴിഞ്ഞിട്ട് 11 എത്തുമ്പോൾ 11ഉം ചെക്ക് ചെയ്യും അല്ലേ, വെദർ 11 is greater than or equal to 10 ചെക്ക് ചെയ്യും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പിന്നെന്താ, അതിന് എക്സിറ്റ് ആവും. അപ്പം ഒരു എണ്ണം എക്സ്ട്രാ നമ്മൾ അവിടെ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് n+1 ടൈംസ് ആണ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക കേട്ടോ. സോ അതിൻ്റെ സിൻടാക്സ് while ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യണമല്ലോ, അടുത്തതിലേക്ക് പോകണ്ടേ അല്ലേ. ടെസ്റ്റ് എക്സ്പ്രഷനിൽ എന്താ ഉണ്ടാവുക, അവിടെ ആയിരിക്കും നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഐട്രേഷൻ അടുത്ത വാല്യൂയിലേക്ക് പോകണമല്ലോ, അതാണ് നമ്മൾ അപ്ഡേറ്റ് എക്സ്പ്രഷനിൽ ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഡയഗ്രം പോലെ വരച്ചിട്ടുണ്ട്. while loop എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന്, ഫ്ലോ ചാർട്ടല്ല, അതിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കേട്ടോ. ദെൻ നെക്സ്റ്റ് എങ്ങനെയാണ് while loop എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. കൺട്രോൾ ഫോൾസ് ഇൻ ടു ദ while loop. ദ ഫ്ലോ ജംപ്സ് ടു കണ്ടീഷൻ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് while loop എത്തും, അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ്, അത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കും അല്ലേ. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ഗെറ്റ് എക്സിക്യൂട്ടഡ് അല്ലേ. എത്ര പ്രാവശ്യം കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ടോ അത്രയും ടൈംസ് അതിൻ്റെ ഉള്ളിൽ, ആ ബോഡിയുടെ ഉള്ളിൽ വൈലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതിനുള്ളിൽ തന്നെ അപ്ഡേഷനും ടേക്ക് പ്ലേസ് ചെയ്യും. കാരണം ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അടുത്ത വാല്യൂയിലേക്ക് പോകണ്ടേ. അപ്പോൾ അതുപോലെ അപ്ഡേഷനും അതിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ആൻഡ് കൺട്രോൾ ഫ്ലോ ബാക്സ് ടു വീണ്ടും എന്താണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യും. എങ്ങനെയാണ് ഇത് എക്സിക്യൂഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. പിന്നെ വേണ്ടത് പറഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലോ ചാർട്ടും വരച്ച് വെക്കുക. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ദാറ്റ് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ അൺടിൽ ആ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഓക്കെ, അതിന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ തന്നിട്ട് കേട്ടോ. ഇതും വേണേ. പിന്നെ അതേപോലെ while പോലെയുള്ള വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിപ്പീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി വേറെ ഒന്നുമില്ല, ആർ ലാംഗ്വേജിലുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിപ്പീറ്റ് ലൂപ്പ്. ആൻഡ് റിപ്പീറ്റ് ലൂപ്പ് ഇൻ ആർ ഇസ് യൂസ് ടു ഐട്രേറ്റ് ഓവർ എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. ഈ പറഞ്ഞ പോലെ ഐട്രേറ്റീവായിട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് കുറേ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ റിപ്പീറ്റ് എന്ന് പറയുന്ന ലൂപ്പ്. ആൻഡ് ഓൾസോ ഇറ്റ് എക്സിക്യൂട്ട്സ് ദ സെയിം കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ അൺടിൽ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫൗണ്ട്. എപ്പോഴത് ആ ഒരു റിപ്പീറ്റ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക, ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ അത് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവുള്ളൂ. അതുവരെ അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, റിപ്പീറ്റ് ലൂപ്പ് അൺലൈക്ക് അതർ ലൂപ്സ് ഡസൻറ്റ് യൂസ് എ കണ്ടീഷൻ ടു എക്സിറ്റ് ദ ലൂപ്പ്. ഇൻസ്റ്റെഡ് ഇറ്റ് ലുക്സ് ഫോർ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സിക്യൂട്ട്സ് ഇഫ് എ കണ്ടീഷൻ വിത്തിൻ ദ ലൂപ്പ് ബോഡി റിസൾട്ട് ടു ബി ട്രൂ. നമ്മളിപ്പോൾ while ആണെങ്കിലും 4 ആണെങ്കിലും ഒക്കെ ആ ലൂപ്പിൽ തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ലേ ആദ്യം തന്നെ.
അല്ലേ? ആ ലൂപ്പ് കയറുന്നതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പീറ്റ് എന്ന് പറയുന്ന ലൂപ്പിന് നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇൻസ്റ്റഡ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലുള്ള എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എക്സിറ്റ് അടിക്കുക എന്നല്ലാണ്ട് റിപ്പീറ്റിനായിട്ട് കണ്ടീഷൻ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അപ്പം റിപ്പീറ്റിന് കണ്ടീഷൻ ഇല്ല. ഇൻസ്റ്റഡ് എന്താണ്, ആ അവരെ ബ്ലോക്കില്ലേ, ആ റിപ്പീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്ലോക്കില്ലേ, ആ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ വന്നിട്ട് എപ്പോഴാണോ ബ്രേക്ക് ആവണമെന്ന് നോക്കും, അപ്പം മാത്രമാണ് അത് പുറത്തേക്ക് എക്സിറ്റ് ആവുള്ളൂ കേട്ടോ. An infinite loop in R can be created very easily with the help of the repeat loop. നമുക്ക് ഇൻഫിനിറ്റായിട്ട് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് റിപ്പീറ്റ് ലൂപ്പ് ഉപയോഗിച്ചാൽ മതിയല്ലോ, അല്ലേ? കാരണം ബ്രേക്ക് കൊടുക്കാഞ്ഞാൽ മതി. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണ്, അത് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. ദ കീവേഡ് യൂസ് ഫോർ ദ റിപ്പീറ്റ് ലൂപ്പ് ഇസ് റിപ്പീറ്റ്. അപ്പോൾ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ലൂപ്പിന് യൂസ് ചെയ്യുന്ന കീവേഡ് റിപ്പീറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ സിൻടാക്സ് ഇതാ, റിപ്പീറ്റ് കമാൻഡ്സ്. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കണ്ടീഷൻ ഉണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ വല്ല ഇഫ് കണ്ടീഷൻ ഉണ്ടാവും, എന്നിട്ട് ബ്രേക്ക് അടിച്ചാൽ പുറത്തേക്ക് പോകും. അതുവരെ അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിൻ്റെ ഫ്ലോ ചാർട്ടും ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലോ ചാർട്ടും വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, റിസൾട്ട് ഹലോ വേൾഡ്, ഐയുടെ വാല്യൂ 1 ആണ്. ഇനീഷ്യലി ഐൻ്റെ വാല്യൂ ഇസ് 1. റിപ്പീറ്റ് എന്താ റിപ്പീറ്റ് ചെയ്യേണ്ടത്? പ്രിൻറ്റ് റിസൾട്ടിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഐ എന്താവും, ഓരോ പ്രാവശ്യം ഐ എന്തായി മാറും? ഒരു പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ഐ ഈക്വൽ ടു 1 ആയപ്പോൾ ഇതിനുള്ളിൽ കയറി ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ എന്തായി? ഐ ഈക്വൽസ് ഐ പ്ലസ് 1 2i. എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. സോ എന്താ ചെയ്യുന്നത്? വീണ്ടും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത റിപ്പീറ്റിലേക്ക് പോകും. ഐയുടെ വാല്യൂ 2 വെച്ചിട്ട് കയറും. അപ് ടു എന്താവുന്നവരെ ഐൻ്റെ വാല്യൂ 5നേക്കാളും കൂടുതൽ 5 ടൈംസ് ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 6 ആകുമ്പോൾ എന്താ? വീണ്ടും ഇപ്പോൾ 6 ആയി നോക്കിയാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 6 ആയി. ഇഫ് ഐ ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്. അപ്പോൾ 6 ഇസ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ? അപ്പോൾ എന്തായി? അവിടെ ബ്രേക്ക് അടിച്ചു. പിന്നെ അത് ഈ ലൂപ്പിലേക്ക് കയറില്ല. മനസ്സിലായോ? അപ്പോൾ റിപ്പീറ്റിനായിട്ട് കണ്ടീഷനില്ല. ഇൻസ്റ്റഡ് അതിൻ്റെ ഉള്ളിലുള്ള റിപ്പീറ്റിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദി ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗോ ടു ലേബൽ, നമുക്കൊരു പെർട്ടിക്കുലർ ഇതൊരു ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ? ജമ്പിങ്, അതായത് നമുക്കൊരു പെർട്ടിക്കുലർ കോഡിൻ്റെ ഒരു സെക്ഷനിൽ വേറൊരു സെക്ഷനിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സോ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ ജനറൽ പ്രോഗ്രാമിംഗ് സെൻസ്. In a general programming sense, is a command that takes the code to the specified line or block of code provided to it. ഒരു പെർട്ടിക്കുലർ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദിസ് ഇസ് ഹെൽപ്ഫുൾ when the need is to jump from one programming section to another without use of functions and without creating an abnormal shift. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഇടയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് സ്കിപ്പാക്കിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, unfortunately R doesn't support goto, but its algorithm can be easily converted to depict its application. By using following methods, this can be carried out more smoothly. നമുക്ക് ആറിൽ ഡയറക്റ്റ് ഗോട്ടോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അതല്ലാണ്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാണ്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗോട്ടോവും ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈഫെൽസും അതുപോലെ ബ്രേക്ക്, നെക്സ്റ്റ്, റിട്ടേൺ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗോട്ടുവിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് ആർ പ്രോഗ്രാമിംഗ്. നമുക്ക് ഫങ്ഷൻസ് നമ്മൾ നോർമൽ പ്രോഗ്രാമിംഗ് CCPP പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫങ്ഷൻസ് ആർ യൂസ്ഫുൾ വെൻ യു വാണ്ട് ടു പെർഫോം എ സർട്ടൺ ടാസ്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. നമുക്കറിയാമല്ലോ അല്ലേ, ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെ
വീണ്ടും വീണ്ടും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പം സെയിം തന്നെ കുറേ പ്രാവശ്യം നമ്മൾ എഴുതിയിട്ട് കോഡിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, ആ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട സാധനത്തിന് നമ്മളൊരു ഫംഗ്ഷൻ ആക്കി വെക്കും അല്ലേ. സോ ദാറ്റ് വി ക്യാൻ നമ്മൾ എന്ത് ജസ്റ്റ് കോൾ ചെയ്ത് ആ ഫംഗ്ഷന് കോൾ ചെയ്താൽ മതി. വി ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി കോൾ ദി ഫംഗ്ഷൻ അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദി കോഡ്. ആ എൻറ്റയർ കോഡ് എഴുതുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കേസസിലാണ് നമ്മൾ നോർമലി ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കേട്ടോ. എ ഫംഗ്ഷൻ ആക്സെപ്റ്റ്സ് ഇൻപുട്ട് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസസ് ദ ഔട്ട്പുട്ട് ബൈ എക്സിക്യൂട്ടിംഗ് വാലിഡ് ആർ കമാൻഡ്സ് ദാറ്റ് ആർ ഇൻസൈഡ് ദ ഫങ്ഷൻസ്. അപ്പം ഫംഗ്ഷൻ കുറച്ച് ഇൻപുട്ട് ആർഗ്യുമെൻ്റ് എടുക്കും, എന്നിട്ട് കറസ്പോണ്ടിങ് പ്രോസസ്സിങ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ടായിട്ട് കൊടുക്കും. ഓക്കെ. In R, when you are creating a function, the function name and the file in which you are creating the function need not be the same, and you can have one or more function definitions in a single R file. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ആർ ലാംഗ്വേജിൽ ഫംഗ്ഷൻ്റെ പേരും അതുപോലെ തന്നെ ഫയലിലെ പേരൊക്കെ സെയിം ആവണമെന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മോർ ദാൻ വൺ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാനും പറ്റും. ഓക്കെ. Then functions are created in R by using the command function of. നമുക്കിവിടെ നമ്മൾ നോർമലി ഫംഗ്ഷൻ അങ്ങനെ എഴുതുക ചെയ്യാറില്ലേ. ബട്ട് ഇൻ ആർ ലാംഗ്വേജ് നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫങ്ഷൻ ഓഫ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ. ആൻഡ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഈക്വൽ ടു ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് പിന്നെ ബ്രേസ് ഓപ്പൺ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഫങ്ഷൻ്റെ പേര്. ഇപ്പോൾ ആഡ്, സബ്ട്രാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിഷ് അങ്ങനെ എന്തെങ്കിലും അതാണ് ആ പേരാണ് നമ്മൾ എഫ് കൊടുക്കുക കേട്ടോ. ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് നോർമലി ഉണ്ടാവുക. ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ടാവും, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ടാവും. ഇൻബിൽഡ് ആയിട്ട് ഫങ്ഷൻസ് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി ഫങ്ഷൻസ് അല്ലേ. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രിൻ്റ് ഓഫ്, ക്യാറ്റ് ഓഫ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഫങ്ഷൻസ് അല്ലേ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ ഓൾറെഡി ഉള്ള ഫങ്ഷൻസ് ആണ്. അതിന് നമ്മൾ ഇൻബിൽഡ് ഫങ്ഷൻസ് എന്നാണ് പറയുക. ഓക്കെ. അത് കൂടാണ്ട് വരുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദി ഫങ്ഷൻസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ബൈ ദി യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുക കേട്ടോ. ഇത് പൈത്തണിൻ്റെ ഒരു എക്സാമ്പിൾ ആട്ടോ. ഈവൻ ഓഡ് ഈക്വൽസ് പൈത്തണിൽ നമ്മൾ ഈ ഒരു ആർ ഫങ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈവൻ ഓഡ് ഈക്വൽസ് ഫങ്ഷൻ എക്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ. എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഈവൻ ഓഡാണ് അല്ലേ. അതിൽ നേരത്തെ നമ്മൾ ആർഗ്യുമെൻ്റ് കണ്ടാണ് ഇവിടുത്തെ എക്സ്. ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കീവേഡ് അല്ലേ. അപ്പോൾ എന്താണ്, എഫ് ഈക്വൽസ് ഫങ്ഷൻ ഓഫ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞതിന് പകരം ഈവൻ ഓഡ് ഈക്വൽസ് ഫങ്ഷൻ ഓഫ് എക്സ്. ഇഫ് എക്സ് %2 ഈക്വൽസ് 0, 2% ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. റിട്ടേൺ ഈവൻ എൽസ് റിട്ടേൺ ഓഡ്. എക്സിനെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് 0 ആണെങ്കിൽ നമുക്ക് ഈവൻ്റെ പ്രിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഓഡെന്ന് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ഈവൻ ഓഡ് 4 അല്ലെങ്കിൽ പ്രിൻ്റ് ഈവൻ ഓഡ് 3. ഓക്കെ. 4, 3 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈനിൻ്റെ നമ്പറാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ. ഓക്കെ. ദെൻ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്. നമുക്ക് ഫങ്ഷൻസ് പല ടൈപ്പ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഫങ്ഷൻസ് വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ്, ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ്, ഫങ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ പണ്ട് സിയിൽ. അതേപോലെ തന്നെ ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതിലുള്ള ഒന്നാണ് സിംഗിൾ ഇൻപുട്ട് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് ഫങ്ഷൻ. ഇൻപുട്ടും സിംഗിൾ ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ടും സിംഗിൾ ആയിരിക്കും. ഓക്കെ. നൗ ക്രിയേറ്റ് എ ഫങ്ഷൻ ആർ വിച്ച് വിൽ ടേക്ക് എ സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഗീവ്സ് അസ് എ സിംഗിൾ ഔട്ട്പുട്ട്. നോക്കാം. ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിളിലേക്ക് ഡയറക്റ്റ് പോവാം. ഏരിയ ഓഫ് സർക്കിൾ, ഇതാണ് നമ്മുടെ ഫങ്ഷൻ അല്ലേ. ഇതിലേക്ക് ആകെ ഒരൊറ്റ ഇൻപുട്ടായിട്ടാണ് പോകുന്നത്. എന്താ ഇൻപുട്ട് പോകുന്നത്, റേഡിയസ് ആണല്ലോ. ദെൻ ഏരിയ ഈക്വൽ ടു പൈ സ്റ്റാർ റേഡിയസ് സ്ക്വയർ. നമ്മളങ്ങനല്ലേ, പൈ ആർ സ്ക്വയർ, അതാണല്ലോ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ സോ പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ കൊടുത്തു. റിട്ടേൺ ഏരിയ. ഓക്കെ. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഒരു സിംഗിൾ ആർഗ്യുമെൻ്റ് ആണ് അല്ലേ. ഏരിയ എന്ന് പറയുന്ന ഒരു റിട്ടേൺ വാല്യൂ മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇറ്റ് ഇസ് എ സിംഗിൾ ആർഗ്യുമെൻറ്റ് ആൻഡ് സിംഗിൾ റിട്ടേൺ ടൈപ്പ് ഉള്ളൊരു ഫങ്ഷനാണ്. ക്ലിയർ ആയോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ ഇൻപുട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഫങ്ഷൻ.
നമുക്ക് ഇൻപുട്ടും കുറേ എണ്ണം കൊടുക്കും, ഔട്ട്പുട്ടായിട്ടും മൾട്ടിപ്പിൾ റിസൾട്ട്സ് വരും. അങ്ങനെയുള്ള ഫങ്ഷൻസ് നമ്മൾ എന്താ പറയുക? മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ്. നോക്കാം. ദ ഫങ്ഷൻ ഇൻ ആർ The functions in R takes multiple input objects but return only one object as output. This is, however, not a limitation because you can create list of all the outputs which you want to create, and once the list is created, you can access them into the elements of the list and get the answers which you want. അപ്പം നമുക്കിവിടെ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഇൻപുട്ട് എടുത്തിട്ട് നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യും. അതിൽ കുറേ വാല്യൂസ് ഉണ്ടാകും, പക്ഷേ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ കാണിച്ചു തരാം. നോക്കൂ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ലെങ്ത്തും വിഡ്ത്തും ആണ് രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത് അല്ലേ? ഇൻപുട്ട് ആർഗ്യുമെൻറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഇനി ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതുപോലെ പെരിമീറ്റർ കണ്ടുപിടിക്കണ്ടേ? എന്താ? 2 × ലെങ്ത് + വിഡ്ത്ത്. കണ്ടോ? ഇനി റിസൾട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? റിസൾട്ടിൽ എന്തൊക്കെയാണുള്ളത്? രണ്ട് കാര്യങ്ങളാണ് റിസൾട്ടിൽ വരുന്നത് അല്ലേ? എന്തൊക്കെയാണ്? ലിസ്റ്റ് ഏരിയ ഈക്വൽസ് ഏരിയ, പെരിമീറ്റർ ഈക്വൽസ് പെരിമീറ്റർ, റിട്ടേൺ റിസൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത്? ഏരിയ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പെരിമീറ്ററും റിട്ടേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്തായിട്ടാണ് കൊടുക്കുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കാണുമ്പം ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ടാണ് വരുന്നത്, റിട്ടേൺ റിസൾട്ട് അല്ലേ? ആൻഡ് ദിസ് റിസൾട്ട് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസാണ് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് റിട്ടേണിനുള്ളിൽ തന്നെ രണ്ടെണ്ണം വരില്ല, ഒരിക്കലും വരില്ല അല്ലേ? നമുക്ക് റിട്ടേണിൽ എപ്പോഴും ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റാണ്, ആൻഡ് ആ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് റിസൾട്ട്സ്, നമുക്ക് എല്ലാ റിസൾട്ടും നമ്മൾ അതിലേക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ഇൻലൈൻ ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുക. നമുക്ക് ചിലപ്പോൾ ഒരൊറ്റ ലൈൻ ഓഫ് കോഡൊക്കെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് ഫംഗ്ഷനായിട്ട് എഴുതുമ്പം അവിടെ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കോൾ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്ത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അത് സ്റ്റോർ ചെയ്ത് വെക്കണം മെമ്മറിയിൽ. പിന്നെ ഏത് ഫംഗ്ഷനാണ് അത് കോൾ ചെയ്ത് അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യണം, പിന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യും. അങ്ങനെ കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. പക്ഷേ കുറേ കോഡാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡൊക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇൻലൈൻ ഫങ്ഷൻസ് യൂസ് ചെയ്യും. സംടൈംസ് ക്രിയേറ്റിംഗ് ആൻ ആർ സ്ക്രിപ്റ്റ് ഫയൽ, ലോഡിങ് ഇറ്റ്, എക്സിക്യൂട്ടിംഗ് ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് വർക്ക് വെൻ യു വാണ്ട് ടു ജസ്റ്റ് ക്രിയേറ്റ് എ വെരി സ്മോൾ ഫങ്ഷൻ അല്ലേ? വളരെ ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. So what we can do in this kind of situation is an inline function. To create an inline function, you have to use the function command with the argument x and then the expression of the function. നമ്മൾ ഇതിൻ്റെ ഒരു കമാൻഡ് എന്തിൻ്റെ കൂടെ കൊടുത്താൽ മതി? നമ്മളെ ഫംഗ്ഷൻ്റെ കൂടെ കൊടുത്താൽ മതി. ഓക്കെ ഇതാ ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ്റെ കൂടെ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? ഫംഗ്ഷൻ ഓഫ് എക്സ് എന്താ ചെയ്യുന്നത്? x² × 4x/3. കണ്ടോ? അപ്പോൾ ഫംഗ്ഷൻ കൊടുക്കുന്നത് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പാസിങ് പാരാമീറ്റേഴ്സ് ടു ഫംഗ്ഷൻ. നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ഫോർമൽ ആർഗ്യുമെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആർ ലാംഗ്വേജിൽ നമുക്ക് പാരാമീറ്റേഴ്സ് നമുക്ക് 3 തരത്തിൽ പാസ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോന്ന് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. So there are several ways you can pass the arguments to the function. First case, generally in R, the arguments are passed to the function in the same order as in the function definition. ശരിയല്ലേ? നമ്മൾ നോർമലി എങ്ങനെയാണ് കൊടുക്കുക? നമ്മൾ എല്ലാ ലാംഗ്വേജിലും അങ്ങനെയാണ് കൊടുക്കുക അല്ലേ? ഏത് ഓർഡറിലാണോ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതേ ഓർഡറിൽ വേണം നമ്മൾ എന്ത് പാസ് ചെയ്യാൻ? അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പാസ് ചെയ്യേണ്ട ലെങ്ത്തും പിന്നെ ബ്രെഡ്ത്തും ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തിലേക്കണം? ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കണം? ലെങ്ത്തിൻ്റെ വാല്യൂ. രണ്ടാമത് കൊടുക്കുന്ന ബ്രെഡ്ത്തിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം, വേണ്ടേ? അപ്പോൾ നോർമലി ഇങ്ങനെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ആറിലും യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ പാസ് ദി വാല്യൂസ് ആസ് പെർ ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഇൻ ദ സെയിം ഓർഡർ ആസ് ദാറ്റ് ഓഫ് ദി
ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ഫോളോ എനി ഓർഡർ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ പാസ് ദ ആർഗ്യുമെൻറ്റ് യൂസിങ് ദ നെയിംസ് ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് ഇൻ എനി ഓർഡർ. രണ്ടാമത്തെ കേസ് നമുക്ക് ഓർഡർ ഫോളോ ചെയ്യണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി കൊടുക്കുക, ആ ആർഗ്യുമെൻ്റ് പേര് അതുപോലെ കൊടുക്കുക. ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ബ്രെഡ്ത്ത് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ വെറും വാല്യൂ അല്ലേ കൊടുക്കുക. അതിന് പകരം അതിൻ്റെ കൂടെ എന്തും കൊടുക്കുക, ഈ ആർഗ്യുമെൻറ്റിൻ്റെ പേരും കൂടി കൊടുക്കുക. ഓക്കെ, and case 3 is if the arguments are not passed the default values are used to execute the function. ശരിയല്ലേ, നമ്മളിപ്പോൾ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഡീഫോൾട്ട് വാല്യൂ എന്താണോ അത് വെച്ചിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നോർമലി ഇതാണ് നമ്മുടെ 3 കേസസ് ഓഫ് പാസിങ് ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ. ഏറ്റവും ജനറൽ ആയിട്ടുള്ള നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുക, ഏത് ഓർഡറിലാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല അതേ ഓർഡറിൽ തന്നെയാണ് പാസ് ചെയ്യുക. രണ്ടാമത്തെ കേസ് നമുക്ക് ആ ഓർഡർ ഫോളോ ചെയ്യണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആർഗ്യുമെൻറ്റിൻ്റെ പേരും കൂടി പാസ് ചെയ്യാം. ആൻഡ് തേർഡ് കേസ് എന്താണ്, നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ ബൈ ഡിഫോൾട്ട് വാല്യൂ എന്താണോ അതായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ 3 കേസസ് നമുക്ക് നോക്കാം. ഞാനതൊരു പ്രോഗ്രാം വെച്ച് തന്നെ പറയാം കേട്ടോ. ഫസ്റ്റ് കേസ് ആഡിങ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ആർ. നമ്മൾ എങ്ങനെയാണ് ആ ഓർഡറിൽ തന്നെ പാസ് ചെയ്യുമ്പോൾ ഉള്ളത് എങ്ങനെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ആദ്യം കൊടുത്തത് ഡിവിസിബിൾ ബൈ 5 എന്നുള്ളത് നമ്മളെ ഫംഗ്ഷൻ. ഡിവിസിബിൾ ബൈ 5 എന്നാണ് ഫംഗ്ഷൻ്റെ പേര് അല്ലേ. അങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഫംഗ്ഷൻ നെയിം ഈക്വൽസ് ഫംഗ്ഷൻ ഓഫ് ആർഗ്യുമെൻറ്റ് അല്ലേ. ഇത് ഡിവിസിബിൾ ബൈ 5 ഈക്വൽസ് ഫംഗ്ഷൻ ഓഫ് n എന്ന് പറഞ്ഞാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. If n percentage 5 equals 0 number is divisible by 5 അല്ലെങ്കിൽ it is not divisible by 5 അങ്ങനെയല്ലേ വരിക. നമ്മൾ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന നോക്കുക, ഡിവിസിബിൾ ബൈ 5 100. അപ്പോൾ ഈ എന്നിലേക്ക് എന്താ പോവുക, 100 പോകും. ഡിവിസിബിൾ ബൈ 5 4, അപ്പോൾ എന്നിലേക്ക് എന്താ പോവുക, 4 പോകും. അഗെയിൻ ഡിവിസിബിൾ ബൈ 5 20.0 പറയുമ്പോൾ എന്നിലേക്ക് എന്ത് പോകും, 20.0. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായോ? രണ്ടാമത് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നേരത്തെ പോലെ ഇതൊക്കെ നമ്മൾ നോർമൽ പ്രോഗ്രാം ചെയ്യണത് തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ഫസ്റ്റ് കേസിൽ 7ഉം 3ഉം അല്ലേ. ഉള്ളത്തെ ഞാൻ വായിക്കണില്ല, ജസ്റ്റ് പറഞ്ഞാൽ ഡിവിസിബിൾ 7 3 എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഡിവിസിബിൾ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും, എയിലേക്ക് 7ഉം പോവും, ബിയിലേക്ക് എന്ത് പോവും, 3ഉം പോവും ആണല്ലോ. ഇവിടെ എന്താ ചെക്ക് ചെയ്യുക, 7 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0 ആണോ അല്ലയോ എന്ന് നോക്കും അല്ലേ. രണ്ടാമത് എന്താണ്, എയിലേക്ക് 36ഉം പോവും, ബിയിലേക്ക് 6ഉം പോവും. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യുക, വെദർ 36 by 6 റിസൾട്ട് 0 or not അല്ലേ. നെക്സ്റ്റ് എന്താ ചെയ്യുക, എയിലേക്ക് 9ഉം പോവും, ബിയിലേക്ക് 2ഉം പോവും. അപ്പോൾ അഗൈൻ എന്താ ചെയ്യുക, 9 2ൽ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏത് ഓർഡർ ഐ മീൻ ഞാൻ പറഞ്ഞു ജനറലായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുമ്പം ഏത് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ വാല്യൂസ് പാസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഏത് ഓർഡറിലാണോ ആർഗ്യുമെൻറ്റ്സ് ഉള്ളത് അതേ ആ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ ജനറലി വാല്യൂസ് പാസ് ചെയ്യുക. ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡീഫോൾട്ട് വാല്യൂ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യണം തന്നെയാണ് കേട്ടോ. ബൈ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും എടുക്കുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പം നോക്കൂ, ഡിവിസിബിൾ സെയിം നേരത്തെ ഫംഗ്ഷൻ തന്നെയാണ്, എ ബി ഈക്വൽസ് 3 എന്ന് കൊടുത്തു. ഓക്കെ, സെയിം പ്രോഗ്രാം തന്നെ. ഫസ്റ്റ് കേസ് എടുക്കുക, ഡിവിസിബിൾ 10,5. അപ്പോൾ എയിലേക്ക് 10ഉം പോവും, ബിയിലേക്ക് 5ഉം പോവും. കാരണം ബിയിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഏത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെയായിരിക്കും എടുക്കുക കേട്ടോ. വാല്യൂ പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഡിഫോൾട്ട് വാല്യൂ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താ നോക്കുക, 10ഉം 5ഉം വെദർ 10 is divisible by 5 ആണോ നോക്കും. ശരിയല്ലേ? രണ്ടാമത് നോക്കൂ, ഡിവിസിബിൾ 12 എന്ന് മാത്രമേ കൊടുത്തുള്ളൂ അല്ലേ. നമ്മുടെ ആർഗ്യുമെൻറ്റ് എത്ര എണ്ണം വേണം, ശരിക്കും 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പോൾ 2 വാല്യൂസ് വേണം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വാല്യൂ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ എന്താ ചെയ്യും, ബൈ ഡിഫോൾട്ട് അവിടെ വാല്യൂ ഉണ്ടോ നോക്കും. ബിക്ക് ബൈ ഡിഫോൾട്ട് ഒരു വാല്യൂ ഉണ്ട് അല്ലേ. സോ ഇഫ് യു ആർ നോട്ട് പാസിങ് എനി വാല്യൂ, എന്താണോ ഡിഫോൾട്ട് വാല്യൂ ഉള്ളത് അതായിരിക്കും എടുക്കുക. അപ്പോൾ എന്താ വരിക, സെക്കൻഡ് കേസിൽ 12 ഡിവൈഡഡ് ബൈ 3 ആണ് നോക്കുമെങ്കിൽ വെദർ 12 is divisible by 3. ക്ലിയർ? ഓക്കെ.